ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പോൾ നമ്മുടെ RRB NTPCയുടെ ഷോർട്ട് നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ എക്സാം പാറ്റേൺ, എങ്ങനെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാം നോട്ടീസൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അല്ലേ? അപ്പോൾ നമ്മുടെ RRB NTPC 2025 പാറ്റേൺ, എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇതിന് മുൻപുള്ള അതേപോലെ തന്നെയാണ്. പാറ്റേൺ ഒന്നും ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ എന്താണ്, അതിന് രണ്ട് സ്റ്റേജ് ഉണ്ട്, രണ്ട് CBT സ്റ്റേജസ് ആണുള്ളത് അല്ലെ? രണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമുകൾ ഉണ്ടായിരിക്കും. CBT 1 ഉണ്ട്, CBT 2 ഉണ്ടായിരിക്കും. പിന്നീട് അതിനുശേഷം ചില എക്സാംസിന് ടൈപ്പിംഗ് സ്കില്ലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് CBAT ടെസ്റ്റും ഉണ്ട്. എല്ലാത്തിനും ഇല്ല CBAT എന്ന് പറയുന്നത്, കുറച്ച് ടെസ്റ്റിന് മാത്രമേ ഉള്ളൂ CBAT എക്സാം ഉള്ളത്. അപ്പോൾ CBAT അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റുകളുണ്ട്. ദെൻ എന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ചില പോസ്റ്റുകൾക്ക് മെഡിക്കൽ എക്സാമിനേഷനും. അപ്പോൾ നമ്മൾ മെയിൻ നമ്മുടെ എക്സാം ടയർ എന്ന് പറയുന്നത് രണ്ടെണ്ണമേ ഉള്ളൂ. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അപ്പോൾ ഈ CBAT എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, നമ്മുടെ സൈക്കോമെട്രി എക്സാം അല്ലെ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് എക്സാം ആണത്. എല്ലാ പോസ്റ്റുകൾക്കും ഇല്ല, ചില പോസ്റ്റുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് രണ്ട് ടയറുകളാണുള്ളത് അല്ലേ? CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, റെയിൽവേ കഴിഞ്ഞ വർഷം മുതൽ എക്സാമുകൾ നമുക്ക് മലയാളത്തിൽ, നമ്മുടെ മലയാളികളുടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിലും എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അവർ ലാംഗ്വേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ലാംഗ്വേജസിൽ എക്സാം അറ്റൻഡ് ചെയ്യാം. ഇംഗ്ലീഷ്, ഹിന്ദി, അസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കൊങ്കണി, മലയാളം അല്ലേ? നമുക്കതുണ്ടോ നോക്കിയാൽ മതി അല്ലേ? മലയാളത്തിൽ അപ്പോൾ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. പിന്നെ മണിപ്പൂരി, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുഗു ആൻഡ് ഉറുദു. അപ്പോൾ 13 ലാംഗ്വേജസിൽ റെയിൽവേ എക്സാംസ് കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ എക്സാം ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ്, രണ്ട് സ്റ്റേജുകളാണ് നമ്മുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ. രണ്ട് ടയറുകളാണുള്ളത്. ഫസ്റ്റ് ടയർ CBT 1, സെക്കൻഡ് ടയർ CBT 2. അപ്പോൾ CBT 1ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതേ മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, പിന്നെ GK ആൻഡ് ജനറൽ സയൻസ് അല്ലെ? GK, ജനറൽ അവയർസ്, കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു 40 മാർക്കിന് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ റീസണിങ് എത്ര മാർക്കിനാടാ? 30 മാർക്കിനല്ലേ? 30 ക്വസ്റ്റ്യൻസ് റീസണിങ്, മാത്സ് 30 ക്വസ്റ്റ്യൻസ് ആൻഡ് ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചാണ്. അപ്പം എത്രയാണ്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 മാർക്ക്. ടൈം 1.5 മണിക്കൂറാണ്, 90 മിനിറ്റ് ടൈം ഉണ്ട്. നമ്മുടെ CBT 1ൻ്റെ കേസ് എന്ന് പറയുന്നത്, അപ്പോൾ ജനറൽ അവയർനെസ് 40 മാർക്കിനുണ്ട്, ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് 30 മാർക്കിന് ആൻഡ് മാത്സ് 30 മാർക്ക്. അപ്പോൾ 60 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് തന്നെ, നിങ്ങൾ ഓൾറെഡി ചെയ്ത് എന്നാണ്, പഴകിയതാണ്. മാത്സും റീസണിങ്ങും ഒക്കെയാണ്. അപ്പോൾ GKയും കറണ്ട് അഫയേഴ്സും എല്ലാം കൂടെ 40 മാർക്കിനുണ്ട്. അത് തന്നെയായിരിക്കും നമ്മുടെ കട്ട് ഓഫ് നിശ്ചയിക്കുക. ഇതിന് മുൻപ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നടന്നു കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ് ആണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസിനൊക്കെ ആ ഒരു വേരിയേഷൻ വന്നിട്ടുള്ളത്, മാർക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുള്ള GK സെക്ഷൻ തന്നെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ? GK അറിയാമെങ്കിൽ ഇതിൽ കാര്യമുള്ളൂ. മാത്സും റീസണിങ്ങും നമുക്ക് എന്താണ് സ്പീഡ് കൂടി ഫുൾ അറ്റൻഡ് ചെയ്താൽ പോലും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ GK തന്നെയാണ്. സോ GK അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റെയിൽവേ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം GK വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്തോണം. എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക. കാരണം എക്സാം സമയം ഇങ്ങനെ പെട്ടെന്ന് പോകും. എക്സാം പറയുന്നതിന് മുൻപ് വരും. എന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ എക്സാം നോട്ടീസ്, ഷോർട്ട് നോട്ടീസ് വരുമ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ CBT 1 ടയർ 1 മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. മാത്സ് 30 മാർക്കിന്, ജനറൽ അവയർനെസ് 30 മാർക്കിന്, ജനറൽ അവയർനെസ് 40 മാർക്കിന് ആൻഡ് റീസണിങ് 30 മാർക്കിന്. 1.5 മണിക്കൂർ ഡ്യൂറേഷൻ ആയിരിക്കും ഉള്ളത്. ആൻഡ് CBT 2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ടയർ 2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ
ടയർ 1ഉം ടയർ 2ഉം തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. സെയിം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ലെവൽ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നല്ലാതെ ഏകദേശം ഒരേ ടൈപ്പ് തന്നെ ആയിരിക്കും. അപ്പം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ മാത്സും റീസണിങ്ങിനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുന്നുണ്ട്. CBT 1ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാത്സും റീസണിങ്ങും 30 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ജനറൽ അവയർനെസ് വരുന്നത് 40 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂടുന്നുണ്ട് അല്ലേ. ജനറൽ അവയർനെസ് 50 മാർക്കിന് ജനറൽ അവയർനെസ്, അവിടെയും GK രക്ഷയുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ GK മോനെ പഠിച്ചു തുടങ്ങിക്കോ, അല്ലെങ്കിൽ പണി കിട്ടും. ദെൻ മാത്സ് 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആണ്? 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ച് മൊത്തം 120 മാർക്കിനാണ് നിങ്ങളുടെ ടയർ 2. ടയർ 1 100 മാർക്കിനാണ്, ടയർ 2 120 മാർക്കിനാണ്. സെയിം ടൈം തന്നെയാണ്, 1.5 മണിക്കൂർ. അപ്പോൾ പാറ്റേണിനൊന്നും ഒരു വ്യത്യാസമില്ല. നമ്മൾ പണ്ട് എക്സാം എഴുതിയ പോലെ അതേപോലത്തെ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും. വ്യത്യാസമുള്ളത് നമ്മൾ പഠിക്കുന്നോ ഇല്ലയോ എന്നതുപോലെ ഇരിക്കും. സോ നിങ്ങൾ സമയം കളയാതെ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക. അപ്പോൾ CBT 1 CBT 2 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടിനും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങാം. CBT 1ന് വേണ്ടി പഠിക്കുന്നവർ തന്നെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ടയർ 1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ടയർ 2 വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ വ്യത്യാസം ആ നമ്പർ ഓഫ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസിലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിലേ ഉള്ളൂ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ടയർ 2ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാത്സ് എത്ര ക്വസ്റ്റ്യൻ ആണ്? 35 ക്വസ്റ്റ്യൻ, റീസണിങ് 35, ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻസ് ആണ്. 50 മാർക്കിന്, ടോട്ടൽ 120 മാർക്കിന്. പിന്നെ 2 സെഷനിലും എന്തുണ്ട്? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 മാർക്ക് അല്ലെങ്കിൽ 0.33 മാർക്ക് ഓരോ തെറ്റിനും. 0.33 എന്ന് പറയാൻ പറ്റില്ല, 1.33 എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന, ഇൻ കേസ് തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന 1 മാർക്കും പോകും, അതിൻ്റെ നെഗറ്റീവ് 0.33 കൂടെ പോയി കിട്ടും അല്ലേ. സോ നെഗറ്റീവ് ഇല്ലാതെ ഇപ്പോഴേ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിലാക്കി എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം നല്ലൊരു പൊസിഷനിൽ ഇരിക്കാം അല്ലേ. ലെവൽ 6 പേ സ്കെയിലൊക്കെ വാങ്ങിയിരിക്കാം. സോ പ്രിപ്പറേഷനൊക്കെ എന്താണ് പെട്ടെന്ന് തന്നെ തുടങ്ങിക്കൊള്ളുക. ഇനി എക്സാമിന് വേണ്ടിയിട്ട് ഇനി ഒരു ഹെൽപ്പ് വേണം, കൂടെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ EZB അക്കാഡമി NTPCയുടെ ഒരു കംപ്ലീറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ് മാത്രമല്ല മക്കളെ, ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് PVQ സെഷൻസ് ഉണ്ട്. സെഷൻസ് മാത്രമല്ല അതിൻ്റെ അനാലിസിസ് സെഷൻ പോകുന്നുണ്ട്. ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ലൈവ് ഇൻട്രാക്റ്റീവ് ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഡൗട്ടൊക്കെ ചോദിച്ച് അപ്പോൾ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് സ്കീം ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ട്, നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഫ്രം ദി സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് മെൻറ്റേഴ്സും അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തിനാ മടിച്ചു നിൽക്കുന്നേ? വിളിക്കുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക, പഠിത്തം സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക, വെച്ച് താമസിപ്പിക്കേണ്ട, പഠിച്ചു തുടങ്ങിക്കോളൂ. എക്സാം ഡേ പറയുന്നതിന് മുമ്പ് ഇങ്ങെത്തും അല്ലേ. അപ്പോൾ എല്ലാവർക്കും വരുന്ന എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ, നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്